LDF പരാജയപ്പെട്ടു, വലിയ രീതിയിൽ പരാജയപ്പെട്ടു, നാണം കെട്ടു തോറ്റു. ഭരണം മാറട്ടെ എന്ന് ജനങ്ങൾ കരുതിയതാണോ? ഭരണം മടുത്തത് കൊണ്ടാണോ? അതോ UDF ജനങ്ങൾ വിശ്വാസമർപ്പിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും തോൽവി സംഭവിച്ചത് LDF. എന്നാൽ യഥാർത്ഥത്തിൽ അതാരുടെ തോൽവിയാണെന്ന് വരും ദിവസങ്ങളിൽ ജനങ്ങൾ തന്നെ മനസ്സിലാക്കും. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, പ്രവർത്തിച്ച പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. ജനങ്ങൾ കൈയൊഴിഞ്ഞു എങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനം പ്രതിപക്ഷത്ത് നിന്നാണെങ്കിലും നമ്മൾ തുട്ടിച്ചു. മുറ്റത്തെ മുല്ലക്ക് മണമില്ലെന്നും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നതും എത്രമാത്രം സത്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. 5 കൊല്ലം കൂടുമ്പോൾ മാറി മാറി ഭരിക്കുന്നതായിരുന്നു കേരളത്തിൻ്റെ രീതി. ഇനി അങ്ങനെ വേണ്ട, നിങ്ങൾ തന്നെ ഭരിച്ചാൽ മതിയെന്ന് ജനങ്ങളെ കൊണ്ട് തീരുമാനിപ്പിച്ചത് ഞങ്ങളായിരുന്നു. ആ ഞങ്ങളെ ഈ പ്രാവശ്യം ജനങ്ങൾ കൈവിട്ടു. ജനങ്ങളിലുള്ള വിശ്വാസമായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. അവർ ഞങ്ങളെ കൂടെ നിൽക്കുമെന്ന് തന്നെയായിരുന്നു ഞങ്ങൾ കരുതിയത്. പക്ഷേ കണക്കുകൂട്ടൽ അവിടെയാണ് ഞങ്ങൾക്കും ജയിച്ചത്. ജനങ്ങൾ ഞങ്ങളെ കൈവിട്ടു, ഞങ്ങളെ പുറത്താക്കാൻ ആഗ്രഹിച്ചു. അത് റിസൾട്ടിൽ വളരെ വ്യക്തമായിരുന്നു. ഭരണം ഇനി തുടരാൻ ജനങ്ങൾ ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല എന്ന് ഈ റിസൾട്ട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അത് അംഗീകരിക്കുന്നു, അതിനെ ബഹുമാനിക്കുന്നു, മാറിക്കൊടുക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, UDF ഭരണത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ആ ഭരണം എങ്ങനെയുള്ളതായിരുന്നുവെന്നും നിങ്ങൾക്കറിയാം. അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർ തന്നെയാണ് ഈ ഭരണമാറ്റത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്. അന്ന് വോട്ടില്ലാത്ത ഇന്ന് വോട്ടുള്ള ഒരുപാട് യുവതലമുറ UDF വലിയ രീതിയിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആ ഭരണം അറിയാത്തത് കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള പ്രായം അന്നില്ലാത്തത് കൊണ്ടാണ്. ഇനി നിങ്ങൾ കയറി ചെല്ലുന്നത് അങ്ങനെയുള്ള ഒരു ഭരണത്തിലേക്കാണ്. അന്ന് നിങ്ങൾ തിരിച്ചറിയും LDF ആരായിരുന്നുവെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിൻ്റെ വില എന്താണെന്നും മുറ്റത്തെ മുല്ലയുടെ മണം എന്താണെന്നും നിങ്ങളേറെ വൈകാതെ തിരിച്ചറിയും. തുടങ്ങും. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ തന്നെ അവർ സ്ഥാനമാനങ്ങൾക്കുള്ള അടി. ആര് CM ആകുമെന്ന ചോദ്യത്തിൽ തന്നെ ആദ്യത്തെ അടി അവർ തുടങ്ങും. 10 വർഷമായി തുടർച്ചയായി LDF ഭരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരുമിച്ച് നിൽക്കേണ്ടത് ആവശ്യമായിരുന്നു. അവർ ശക്തമായി ഒന്നിച്ചു നിന്നു. ഇനി അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി അവർ അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങും. അന്ന് നിങ്ങൾ മനസ്സിലാക്കും, തോറ്റത് LDF ആയിരുന്നില്ല, ജനങ്ങളായിരുന്നുവെന്ന്. പക്ഷെ നിങ്ങളോട് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഇത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഇനിയും ജനങ്ങൾക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കും. അത് പ്രതിപക്ഷത്തു നിന്നാണെങ്കിൽ അങ്ങനെ തിരിച്ചു വരും. തോൽക്കുകയില്ല. തോറ്റുവെങ്കിൽ ഇല്ല മാർക്സിസം. അത്രയേ ഉള്ളൂ.